ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പേടിച്ച് വിറച്ച് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുകയും ചെയ്യാണ്. അപ്പോ ശ്രുതിയുടെ ഉറക്കം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവള് കിടന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ, ഇവൾക്ക് ഉറങ്ങാലോ, ഇവൾക്ക് എന്താ പ്രശ്നം, ഇവൾക്ക് ഒരു പ്രശ്നവുമില്ല, പ്രശ്നങ്ങൾ മുഴുവൻ എനിക്കാണല്ലോ, എൻ്റെ ദൈവമേ, എൻ്റെ വായെങ്ങാനും കോടുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുക വായ വെച്ച്. അപ്പം ദൈവമേ കോടിയോ, ഇല്ലായിരിക്കും അല്ലേ, കോടിയിട്ടുണ്ടാവില്ല. അയ്യോ ദൈവമേ, കോടിപ്പോയ എന്ത് ചെയ്യുവേ, എനിക്കാകെ പേടി തോന്നുന്നല്ലോ. 48 മണിക്കൂർ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഏതായാലും കോടിയിട്ടില്ല. ഈ ശ്രുതിയുടെ ഉറക്കം കണ്ടില്ലേ, ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ ശ്രുതി, എണീക്ക്, എനിക്ക് ഉറക്കം വരുന്നില്ല. അതിനിപ്പം ഞാൻ എന്ത് വേണം, എന്തിനാ ശ്രുതി ഇങ്ങനെ വിളിക്കുന്നത്, എന്നൊന്ന് ഉറങ്ങാൻ അനുവദിക്ക്, എന്താ ശ്രുതിക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി അതെ നോക്കിയേ, എൻ്റെ വായ വല്ല കൂടിയിട്ടുണ്ടോ, നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാലി വരുന്നുണ്ടേ, എന്തിനാണ് നിങ്ങളുടെ വായ കോടുന്നത്, അല്ല ആ ചെറുനാരങ്ങ പൂജാമുറിയിൽ ഇരിക്കല്ലേ, 48 മണിക്കൂറിനുള്ളിൽ എൻ്റെ വായ കോടൂന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്, എനിക്കാകെ പേടി തോന്നുന്നു എൻ്റെ ശ്രുതി, എൻ്റെ വായ എങ്ങാനും കോടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നവും. ഇനിയിപ്പോൾ ആ ചെറുനാരങ്ങ വെച്ചതിലേ ആയിരിക്കൂല ശ്രുതിയുടെ വായ കോടാനായിട്ട് പോകുന്നത്, പിന്നെ ഞാനേ നല്ലൊരു കുത്തു വെച്ച് തരും, അപ്പൊ ശരിക്കും വായ കോടും. എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നത്, പിന്നെ അല്ലാതെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ശ്രുതി, അതൊന്നും സത്യമല്ല എന്ന്, നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി സച്ചി കളിക്കുന്ന നാടകമാണ്, അല്ലാതെ ഇത് വേറൊന്നും അല്ലെന്നേ. എന്നാലും എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടെൻഷൻ അടിച്ച് അവനോട് പോയി സത്യങ്ങൾ തുറന്നു പറയാൻ നിൽക്കരുത്, പറഞ്ഞ മനസ്സിലായോ, എന്നൊന്ന് ഉറങ്ങാൻ അനുവദിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്നല്ല ഉറങ്ങുക. ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. എന്ത് ചെയ്യുനി, എങ്കിലും ഞാനൊരു കാര്യം, ആ പൂജാ റൂമിൽ ആ നാരങ്ങ ഇരിക്കണോട്ടല്ലേ, ആ നാരങ്ങ എടുത്ത് ഞാൻ വലിച്ചെറിഞ്ഞ് കളയും എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒന്ന് പുതപ്പ് മാറ്റി നോക്കുകയും ചെയ്യാണ്, ഇത് വല്ലാതൊരു ശല്യമായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പതുങ്ങി നേരെ ആ പൂജാ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുക. തൂണിൻ്റെ മറവിൽ നിന്നും നമ്മുടെ ശ്രുതി ആ ചെറുനാരങ്ങ ഒന്ന് നോക്കുക. ആ ചെറുനാരങ്ങയുടെ ഇരിപ്പും പാവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടി തോന്നുന്നുണ്ട് നമ്മുടെ ശ്രുതിക്ക്. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകെ കൂടി ചന്ദ്ര വന്നിട്ട് എടാ എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നത്. ശ്രുതി ഞെട്ടിപ്പോയി, എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു അരച്ചിനോട് കേട്ടത്. അപ്പോൾ എന്താ അമ്മ പേടിപ്പിക്കുന്നോ, എടാ നീ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത്, എൻ്റെ പൊന്നെ അമ്മേ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഞാൻ, ഇതുവരെ ഉറക്കം വരുന്നില്ല. എടാ എനിക്കും അങ്ങനെ തന്നെയാടാ, ഉറക്കം വരുന്നില്ലടാ, എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടാ. എടാ നമ്മൾ എന്ത് ചെയ്യും അമ്മേ, എൻ്റെ വായ വല്ലതും കോടിയിട്ടുണ്ടോ അമ്മേ? ഏയ് ഇല്ലടാ, ഇതുവരെ നിൻ്റെ വായൊന്നും കോടിയിട്ടില്ല, പക്ഷേ 48 മണിക്കൂറെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയെങ്ങാനും പ്രശ്നം ഉണ്ടാകൂടാ, അത് തന്നെയാണ് എനിക്കും പേടി. ഇനി പ്രശ്നം ഉണ്ടാകുമെന്ന്. അമ്മേ, ആ ചെറുനാരങ്ങ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് പേടിക്കണം അമ്മേ. കുത്തുകയറി ഞാൻ മോന്തക്കിട്ട്, നീ കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അവൻ ഓരോരോ അബദ്ധങ്ങളും കാണിച്ചോണ്ട് വരും, എന്നിട്ട് അതിൽ എന്നെയും കൂടി ചേർക്കും. ഞാനിപ്പോ വലിയൊരു കെണിയിൽപ്പെട്ടൊരവസ്ഥയിലായി പോയില്ലേ, നിന്നൊക്കെ എന്താ ചെയ്യേണ്ട ശ്രുതി എന്നൊക്കെ പറയാം. അമ്മേ, എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തില്ല അമ്മേ, അമ്മ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ, എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് ഒരു രക്ഷയില്ല. ദൈവമേ, ഇനി എന്ത് ചെയ്യും, നമ്മൾ രണ്ടുപേരുടെയും വായ അങ്ങനെ കോടിപ്പോവോ? എടാ, കോടിപ്പോയി കഴിഞ്ഞാലേ നമുക്ക് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല, പൊറോട്ടയോ ചിക്കനോ അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ ചെറുനാരങ്ങില്ലേ, ആ നാരങ്ങ വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേ കുടിക്കേണ്ടി വരും, ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ടേ ചെറുനാരങ്ങ വെള്ളം മാത്രമേ ഇനി കുടിക്കേണ്ടി വരുള്ളൂ. ദൈവമേ, ഇതേപോലെ ഒരു ഫ്രൂട്ടിനെ പേടിക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാണ്. അമ്മേ, എൻ്റെ വായ എങ്ങാനും കോടിപ്പോയാൽ ശ്രുതി എന്നെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് പേടി. വിരൂപനായ എന്നെ അവൾ സ്വീകരിക്കും അമ്മേ, എനിക്കാകെ
പേടിയാവുന്ന അമ്മ എന്നൊക്കെ പറയുമ്പോൾ എടാ എനിക്കും പേടിയാവുന്നുണ്ട്. എന്താണൊരു വഴിയെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോടാ. ആ ഒരു കാര്യം ചെയ്യാം, ഞാനേ ഭാമനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എങ്കിൽ പിന്നെ വിളിക്കുക ഭാമാൻറ്റിനെങ്കിൽ ഭാമാൻറ്റിനെ, ഇതിൽ നിന്ന് എങ്ങനെയും ഇത് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ ചന്ദ്ര നേരെ ഭാമയെ വിളിക്കുക. അപ്പോൾ ഭാമയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രേ ഇതെന്താണ് ഈ പാതിരാത്രി വിളിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാമയെ എനിക്ക് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല, പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്, എൻ്റെ വായൊക്കെ കോടി പോകുമെന്ന് എനിക്ക് പേടി. എന്താന്ന് വെച്ചാൽ പറ, വായ കോടാനോ? എന്തിനാണ് വായ കോടുന്നത് എന്ന് വെച്ചാൽ കാര്യം പറ എൻ്റെ ചന്ദ്രേ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഇവിടെ ഈ രേവതിയുടെ സ്വർണ്ണം എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടേ അത് വിറ്റ് ഗോൾഡ് കവറിങ് ഒക്കെ ആക്കിയല്ലോ. അപ്പോൾ സച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നി. സച്ചി ഒരു ജോത്സ്യനെ പോയി കണ്ടു. ജോത്സ്യനെ പോയി കണ്ട് അവൻ വന്നത് ഒരു ചെറുനാരങ്ങയായിട്ടാ. ചെറുനാരങ്ങ എടുത്തോണ്ട് വന്ന് എന്തോ പൂജിച്ച്, ഒരു സോമിനെ പോയി കണ്ട് പൂജിച്ചിട്ട് പറയാ, ദേ സ്വർണ്ണാഭരണങ്ങൾ ആരാണോ എടുത്തത് 48 മണിക്കൂറിനുള്ളിൽ അവരുടെ വായ കോടി പോകുമെന്നാ പറയുന്നത്. എനിക്കാകെ പേടി തോന്നും പാമേ, എൻ്റെ വായ എങ്ങാനും കോടി പോവോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പോകും, ഉറപ്പായിട്ടും പോകും. ദേ നിങ്ങൾ രണ്ടുപേരുടെയും വായ കൂടും. ഈ ചെറുനാരങ്ങ പൂജിച്ചു കൊണ്ടുവരുന്നതേ അത് നിസ്സാര സംഭവമൊന്നുമല്ല. ഇങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഈ പൂജിച്ച് ചെറുനാരങ്ങ വെച്ചിട്ട് പല ദോഷങ്ങളും പല വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. അയ്യോ പാമേ, സത്യമാണോ പാമേ? എനിക്ക് ആകെ ടെൻഷനാവുന്നു. ദേ ഇവിടെ സുധിയാണെങ്കിലും പേടിച്ച് വിറച്ച് വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ഒരു പരിഹാരം? ഞാനൊരു കാര്യം ചെയ്യട്ടെ പാമേ, ഈ ചെറുനാരങ്ങ എടുത്ത് ഞാൻ മുറ്റത്തേക്കെടുത്ത് വലിച്ചെറിയട്ടെ? തൊട്ടുപോകരുത്. ദേ ആ ചെറുനാരങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിലേ ദേ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകും. പല ദുരനുഭവങ്ങളും വീട്ടിലുണ്ടാവുക തന്നെ ചെയ്യും. അയ്യോ എൻ്റെ ദൈവമേ, ഭാമ എന്നെ ഇങ്ങനെ പേടിപ്പിക്കില്ലേ, നീ എനിക്കൊരു പരിഹാരം ഒപ്പിച്ചതാ. പേടിച്ചതേ എന്തെങ്കിലും അസുഖം വന്ന് ഞങ്ങൾ ചാകുമെന്നാ ഇപ്പം ഞങ്ങളുടെ പേടി. നീ എന്തെങ്കിലും ഒരു പരിഹാരം ഒപ്പിച്ചതാ എൻ്റെ ഭാമേ എന്ന് പറയുമ്പോൾ, ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നീ എൻ്റെ അടുത്തോട്ട് വാ, നമുക്കൊരു ജോത്സ്യനെ കാണാനായിട്ട് പോകാം. ജോത്സ്യനോട് കാര്യങ്ങളെല്ലാം പറയാം. അയാളാണെങ്കിൽ ദേ ഇതിനൊരു പരിഹാരം ഒപ്പിച്ച് തരും. ആണോ? എങ്കിൽ ഞാൻ ഉടനെ വരാം നാളെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുക. അപ്പോൾ സുധി ചോദിക്കുകയാണ്, എന്താണ് ഭാമാൻറ്റി പറഞ്ഞത്? ഇതിനൊരു പരിഹാരം ഒപ്പിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു ജോത്സ്യനെ കാണാൻ പോകാമെന്നും. അയ്യോ എൻ്റെ പൊന്നമ്മേ, ജോത്സ്യനെ കാണാൻ പോകണം, അല്ലെങ്കിലല്ലേ നമുക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരും. എടാ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ വീട് നിൽക്കാനായിട്ട് അവർ അനുവദിക്കില്ല, നമ്മൾ അടിച്ച് പുറത്താകും. എൻ്റെ പൊന്നമ്മേ, ദേ പേടിച്ച് എൻ്റെ കൈയും കാലൊന്നും ഉറച്ചു നിൽക്കുന്നില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ സുധിയാണെങ്കിൽ നല്ല ഒരുങ്ങി നല്ല ടിപ് ടോപ്പ് ആവുക. ആ സമയത്താണ് ശ്രുതി കണ്ണുറക്കുന്നത്. സുധി ഈ വെളുപ്പാങ്കാലത്ത് ഇത് എങ്ങോട്ടാ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധിക്ക് ഒരു പേടി. വേണ്ട, ജോത്സ്യൻ്റെ കാര്യം ഇവളോട് പറയണ്ട, ജോത്സ്യനെ കാണാൻ പോവാണ്, ഇതിനൊരു പരിഹാരക്രിയക്ക് വേണ്ടി പോവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി വഴക്ക് പറയും. എന്തിനാണ് വെറുതെ പറയുന്നത്? എന്താ ശ്രുതി എങ്ങോട്ട് പോകുന്നു ഈ വെളുപ്പിനെ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഈ അമ്മയും പിന്നെ ഭാമാൻറ്റിയും കൂടി ഏതൊരു ഫംഗ്ഷന് പോവാന്ന്, അപ്പോൾ അവരെ ഒന്ന് കൊണ്ടേ ആക്കാനായിട്ട് പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ കൊണ്ടേ ആക്കാനായിട്ട് പോവാണ്. ആണോ? ആക്കാനായിട്ട് പോവാണോ? അതെ, ഉടനെ വരുമോ സുധി? ഉടനെയൊന്നും വരൂല, എനിക്കൊരു ക്ലയൻറ്റിനെ കൂടി കാണാനുണ്ട്. ഇത്ര വെളുപ്പിനോ ക്ലയൻറ്റിനെ കാണാൻ പോകുന്നത്? അത് ശരി. അതെ, കുറച്ചും കൂടി നേരം വെളുത്ത് കഴിഞ്ഞാലേ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പം പിന്നെ എങ്ങനെ പോകാനാ? അതുകൊണ്ട് ഞാൻ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അയ്യോ, എങ്കിലേ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാവോ? ഞാനൊന്നും ഡ്രസ്സ് മാറി ഫ്രഷ് ആയിട്ടൊക്കെ വരാം. എനിക്കും ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ട്. അവർക്ക് എന്തൊരു ഫംഗ്ഷൻ ഉണ്ടത്രേ. അപ്പോൾ നേരത്തെ ചെല്ലുമെന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അയ്യോ ശ്രുതി, പറ്റില്ല, ഞാൻ വേറെ റൂട്ടാണ് പോകുന്നത്. ശ്രുതി ഏതായാലും ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിക്കോ, എനിക്കിപ്പോൾ ഏതായാലും കൊണ്ടുപോകാനായിട്ട് സമയമില്ലെന്നേ. അയ്യോ എൻ്റെ ദൈവം, ഇപ്പം തന്നെ ലേറ്റായി, ഞാൻ പോവാണേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ശ്രുതിക്ക് എന്തൊക്കെയോ സംശയം, എന്താ ഇത്ര വെപ്രാളപ്പെട്ട് പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചാ നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. പിന്നെ പിന്നീട് സച്ചിയെ കാണിക്കുകയാണ്. സച്ചിയാണെങ്കിൽ ഇങ്ങനെ വാതിക്കിരുന്ന് ഇങ്ങനെ പത്രം വായിക്കുക. ആ സമയത്ത് സച്ചി, രേവതി
രേവതിയേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഓ അപ്പോൾ അത് രേവതി ആണെങ്കിൽ ഒരു ചായ ഗ്ലാസ് കൊണ്ട് വരിക. എന്താ സച്ചിയേട്ട വിളിച്ചിങ്ങനെ കൂകുന്നത്? രേവതി, ഇതെത്ര നേരമായി? എനിക്ക് പോകാനുള്ള സമയമായില്ലേ? എൻ്റെ ചായ എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് 2 കൈയേ ഉള്ളൂ, ഇതെല്ലാം ചെയ്യണ്ടേ? അപ്പൊ പിന്നെ എങ്ങനെ കറക്റ്റ് സമയത്ത് കൊണ്ടുവരുന്നത്? 2 കൈ ഉണ്ടെങ്കിലും 1 കൈ ഉണ്ടെങ്കിലും എനിക്ക് കറക്റ്റ് സമയത്ത് ചായ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതെന്നാ പിടിക്ക്, ചായ കുടിക്ക് എന്ന് പറയാ. അങ്ങനെ ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചായ അങ്ങനെ കുടിച്ചു നോക്കിയപ്പോഴേക്കും സച്ചി, അയ്യേ ഇതാണോ ചായ എന്ന് പറയാണ്. എന്താ ആ ചായക്ക് എന്താണ് കുഴപ്പം? ഇതാണോ ചായ എന്ന് ചോദിക്കുകയാണ്. ആ ചായക്ക് എന്താ കുഴപ്പം? ചായ അല്ലാതെ വേറെ വല്ലതും ആണോ അത്? സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കേ വെളിവില്ലേ? വെളിവില്ലേന്നോ? എന്ത് വെളിവില്ലേന്ന്? ഇത് ചായ അല്ല, കോഫിയാണ്. അയ്യോ സച്ചിയേട്ടാ, ആ കോഫിയെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്, നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ വെക്കുക. കണ്ടോ എന്താണിപ്പോ സച്ചിയേട്ടൻ ചെയ്തത്? പെണ്ണുങ്ങളെ തല്ലാനായിട്ട് കൈ വെക്കുന്നോ? ഞാൻ പെണ്ണുങ്ങളെ തല്ലാറില്ലെന്ന് നിനക്കറിയാലോ. എന്നിട്ട് എപ്പം എന്തിനാണ് കൈ പൊക്കിയത് തല്ലാനായിട്ട്? തല്ല് മാത്രമല്ല, തല്ലാൻ കൈ പൊക്ക് പോലും ചെയ്യാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ശിക്ഷ ആണെന്ന് അറിയില്ലേ സച്ചിയേട്ടാ എന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ എൻ്റെ പൊന്നെ, ഇതിനിങ്ങനെ കിടന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. രേവതി, നിന്നെ ഇതുവരെയായിട്ട് ഞാൻ തല്ലിയിട്ടുണ്ടോ? തല്ലിയിട്ടില്ല. പക്ഷെ തല്ലാൻ കയ്യോങ്ങിയിട്ടില്ലേ? എപ്പ തല്ലാൻ കയ്യോങ്ങി? അത് അന്ന് പൂ വിറ്റ് വരാൻ താമസിച്ചപ്പോ സച്ചിയേട്ടൻ എൻ്റെ നേരെ കൈപൊക്കിയില്ലേ? അയ്യോ രേവതി, അത് പിന്നെ സ്നേഹം കൊണ്ടല്ലേ? അയ്യടാ, സ്നേഹം കൊണ്ട്. നീ തന്നെ എന്നോട് പറഞ്ഞല്ലോ സച്ചിയേട്ടൻ എന്നെ തല്ലാനായിട്ട് കൈ പൊക്കിയപ്പോ എൻ്റെ കണ്ണിൽ കണ്ടത് സ്നേഹം മാത്രമാണെന്ന്. അന്നേരം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതെല്ലാം സത്യമല്ല. ഞാൻ അന്നേരം ചുമ്മാ പറഞ്ഞതാണ്. രേവതി, ഇങ്ങനെയൊന്നും പറയരുതട്ടോ രേവതി. നീ ഇപ്പൊ മാറ്റി പറയാണോ? സച്ചിയേട്ടാ, ഇനി ആരെയും തല്ലാൻ കൈവക്കാൻ പാടില്ല. സ്ത്രീകളെ ഒരു വാക്ക് കൊണ്ട് പോലും നോവിക്കാൻ പാടില്ലെന്നാണ്. ഓ ശരി രേവതി, അങ്ങനെ ആയിക്കോട്ടെ. ചായ കൊണ്ടുപോയി ഞാൻ മാറ്റിത്തരാം. വേണ്ട, ഇനിയിപ്പോ ഏതായാലും കൊണ്ടുവന്നല്ലോ. കോഫി എങ്കിൽ കോഫി. ഒരു ദിവസം കോഫി കുടിച്ചെന്ന് വിചാരിച്ച് അതൊന്നും പോകില്ല. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചാണെന്നേ. അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മ പുറത്തേക്ക് പോയല്ലോ. അമ്മ പുറത്തേക്ക് പോയെന്നോ? എന്തിനമ്മ പുറത്തേക്ക് പോയി? എന്തിനാണ് ഏതിനാണെന്നും അറിയില്ല. പക്ഷേ സുധിയും പിന്നാലെ വെപ്രാളപ്പെട്ട് പോകുന്നുണ്ട്. ഏതായാലും അവര് പേടിച്ച മട്ടില്ല. ആ പൂജാ റൂമിൽ നാരങ്ങിരിക്കുന്നിടത്തോളം ദിവസം അവർക്ക് പേടി തോന്നും. അവരേതെങ്കിലും ജ്യോത്സ്യനെയോ മന്ത്രവാദിനെയോ കാണാൻ പോയതായിരിക്കും ഇത് ക്രിയയ്ക്ക് വേണ്ടി. സച്ചിയേട്ടാ, ഇത് വല്ല നടക്കോ? 48 മണിക്കൂറിനല്ലേ? പേടിച്ച് സത്യങ്ങൾ തുറന്നു പറയും. പിന്നെ 48 മണിക്കൂർ കഴിയുമ്പോൾ ആ പൂജാറൂമിൽ നിന്ന് ആ നാരങ്ങ വാടി തുടങ്ങുകയും അല്ലാതെ വേറൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എൻ്റെ സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പോവാണ്. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ സുധിയും ചന്ദ്രയും ഭാമയും ഇവർ 3 പേരും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. ജ്യോത്സ്യനാണെങ്കിൽ എന്തോ ധ്യാനത്തിലും. അപ്പോൾ സുധിക്കാണെങ്കിൽ ആകെ ടെൻഷൻ പറയാമേ. അപ്പോൾ ഈ ജ്യോത്സ്യൻ ഇങ്ങനെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ തിരുമേനി, എന്താ നിങ്ങളുടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ തിരുമേനി. അപ്പോൾ ഈ ചന്ദ്രയാണെങ്കിൽ അതെ, ഞങ്ങളുടെ പൂജാ റൂമിലെ ഒരു നാരങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മൂത്ത മകനാണ്. എൻ്റെ ഇളയ മകനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഏതോ ഒരു വലിയ തിരുമേനി പൂജിച്ചു കൊടുത്തതാണത്രേ ആ നാരങ്ങ. അത് ഞങ്ങൾക്ക് ആപത്ത് വരുമെന്ന് ഞങ്ങൾക്ക് പേടിയാണ് തിരുമേനി എന്ന് പറയാ. ഓ, അങ്ങനെ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ ഏതോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ. എന്താ നിങ്ങൾ ചെയ്ത തെറ്റ്? അല്ലാതെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് എടുത്ത് വായിക്കും സുധിയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല തിരുമേനി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നീ പറഞ്ഞത് കള്ളത്തരമാണ്. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിനക്ക് നല്ല പേടിയുണ്ടെന്ന്. നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അത് പിന്നെ എൻ്റെ മൂത്ത മകനൊരു പ്രശ്നം വന്നു. അപ്പോൾ അതിനൊരു പണത്തിൻ്റെ പ്രശ്നമാണ്. പരിഹാരത്തിന് വേണ്ടി ഇളയ മകൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് ഇവൻ കൊണ്ട് വിറ്റു. ഞാനും നിന്നു. അതാണ് ഉണ്ടായ പ്രശ്നം. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റുമില്ല തിരുമേനി. 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ വായ കോടി പോകുമെന്നാണ് ആ നാരങ്ങ വെച്ചവൻ പറഞ്ഞത്. കോടിപ്പോകും.
നാരങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ശക്തിയുണ്ട് തിരുമേനി. ഇതിനൊരു പരിഹാരം പറഞ്ഞ അന്നം തിരുമേനി. അതിനു വേണ്ടിയാണ് ഗതികേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. ഈ മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയാം. ശരി, ഞാൻ ഏതായാലും ഒരു പരിഹാരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു നാരങ്ങ എടുത്തിട്ട് എന്തെങ്കിലും ഒരു മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ നാരങ്ങ മറ്റേ നാരങ്ങ ഇരിക്കുന്ന എതിർവശത്ത് വെക്കണം. അപ്പോ ഈ നാരങ്ങ മൂലം മറ്റേ നാരങ്ങയുടെ എല്ലാ ശക്തികളും ഇല്ലാതാകുമെന്നും പറയാണ്. ഇത് കേട്ട് ചന്ദ്രയ്ക്ക് സന്തോഷവും തോന്നുകയാണ്. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.